ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ശ്രീ ദുർഗ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ മീനമാസം അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം ചേർന്ന മേടൻ രാശിക്കാർക്ക് മീനമാസത്തിലെ ഫലാനുഭവം എങ്ങനെയെന്ന് നോക്കാം. മീനമാസം എന്ന കണക്കിലേക്ക് വരുമ്പോൾ മാർച്ച് 15-ാം തീയതി മുതൽ ഏപ്രിൽ 13-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെയാണ് മീനമാസക്കാലത്തെ ഫലം പറഞ്ഞു വെക്കുന്നത്. സൂര്യൻ മേടൻ രാശിയുടെ 12-ാമത്തെ രാശിയായ മീനത്തിലും കുജൻ മേടൻ രാശിയുടെ 3-ാമത്തെ രാശിയായ മിഥുനത്തിലും ബുധൻ മേടൻ രാശിയുടെ 12-ാമത്തെ രാശിയായ മീനത്തിൽ നീചം ഭവിച്ചും വ്യാഴം മേടൻ രാശിയുടെ 2-ാം രാശിയായ ഇടവത്തിലും ശുക്രൻ മേടൻ രാശിയുടെ 12-ാമത്തെ രാശിയായ മീനൻ രാശിയിലും ശനി മേടൻ രാശിയുടെ സർവാഭിഷ്ട സ്ഥാനമായ കുംഭൻ രാശിയിൽ 11-ലും ശാരവശാൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. എന്നാൽ മാർച്ച് 29-ന് ശേഷം ശനി കുംഭൻ രാശിയിൽ നിന്നും മേടൻ രാശിയുടെ 12-ാമത്തെ രാശിയായ മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. ഇവിടെ കുജനും ഏപ്രിൽ 3-ാം തീയതി മുതൽ മേടൻ രാശിയുടെ 4-ാമത്തെ രാശിയായ കർക്കിടക രാശിയിലേക്കും സംക്രമിക്കപ്പെടും. രവി 12-ൽ വരികയാൽ അഥവാ ആദിത്യൻ 12-ൽ സഞ്ചരിക്കുന്ന കാലമാകിയാൽ തൊഴിൽ സംബന്ധമായ ചില ക്ലേശാനുഭവങ്ങൾ, കേസിലോ വഴക്കിലോ പെട്ടിട്ടുണ്ടാവുന്ന ചില ദുഃഖാനുഭവങ്ങൾ, കോടതി മുഖാന്തരമോ അല്ലെങ്കിൽ പോലീസ് മുഖാന്തരമോ ഏതെങ്കിലും കേസുകൾ വന്നു ചേരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഉദരരോഗങ്ങൾ വന്നു ചേരാനിടവരും. തൊഴിൽ സംബന്ധമായ ക്ലേശാനുഭവങ്ങൾ വന്നു ചേരാം. എന്തു ചെയ്താലും ഒരു തൃപ്തിയില്ലായ്മ ഈ കാലഘട്ടം അനുഭവിക്കേണ്ടി വരും. കുജൻ മേടൻ രാശിയുടെ 3-ൽ സഞ്ചരിക്കിയാൽ സ്വർണ്ണലാഭം, ധാതു വസ്തുക്കളുടെ ലാഭം, സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം, ശത്രുക്കളുടെ നാശം എന്നിവ ഫലം. എന്നാൽ ഏപ്രിൽ 3-ാം തീയതി മുതൽ കുജൻ 4-ലേക്ക് സഞ്ചരിക്കുമ്പോൾ അല്പാൽപ്പം രോഗഭയങ്ങൾ അലട്ടാൻ ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾ, ജ്വരരോഗം, പനി മുതലായ ചില രോഗങ്ങളും അലട്ടിയേക്കാം. രക്തസംബന്ധമായ ചില രോഗങ്ങളും അലട്ടാനിടവരും. ചില സാഹചര്യങ്ങളിൽ കലഹങ്ങൾ ഒഴിവാക്കിപ്പോകുന്നത് നന്നായിരിക്കും. ഭൂമി സംബന്ധമായോ വാഹന സംബന്ധമായോ എന്തെങ്കിലും നാശങ്ങൾ വന്നു ചേരാം. മാതൃ വഴി എന്തെങ്കിലും ദുഃഖങ്ങളോ മാതാവിന് എന്തെങ്കിലും ക്ലേശാനുഭവങ്ങളോ വന്നു ചേരാനിടവരും. ബന്ധുജനങ്ങളോട് വിരോധം തോന്നാം. വീട്ടിൽ വളർത്തുന്ന നാൽക്കാലി മുതലായവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശം, സ്ത്രീകൾ നിമിത്തം ദുഃഖം അനുഭവിക്കേണ്ടി വരിക, ഇവ ഫലത്തിൽ വരുന്നതാണ്. ബുധൻ 12-ൽ ഗോചരത്തിൽ വരികയാൽ ചില രോഗങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാനിട വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഉണ്ടായിട്ടുള്ളതായ ചില രോഗങ്ങൾ ആ രോഗവർദ്ധനവിനെ സൂചിപ്പിക്കുന്നൊരു കാലഘട്ടം. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. കഷ്ടനഷ്ടങ്ങൾ വരാൻ ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ സർവേശ്വരകാരകനായ വ്യാഴം മേടൻ രാശിയുടെ 2-ൽ ഇടവത്തിൽ സഞ്ചരിക്കിയാൽ എല്ലാവിധ ദോഷങ്ങളും മാറിപ്പോകാൻ ഈ വ്യാഴം, സർവേശ്വരകാരകനായ വ്യാഴം 2-ൽ സഞ്ചരിക്കുമ്പോൾ സാധിക്കും. എല്ലാവിധ ദോഷങ്ങളും തീർന്ന് ധനലാഭം, ശത്രുക്കളുടെ നാശം, സ്ത്രീകൾ നിമിത്തം സന്തോഷം, സ്ത്രീ സംഭോഗം മുതലായവയും വന്നു ചേരും.
ശുക്രൻ 12 മീനൻ രാശിയിൽ നിൽക്കയാൽ ധനലാഭം, വിശേഷ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ലാഭം എന്നിവ ഫലം പ്രതീക്ഷിക്കാം. ശനി മേടൻ രാശിയുടെ 11 സഞ്ചരിക്കുന്ന കാലമാകയാൽ അന്യ സ്ത്രീകൾ നിമിത്തമായിട്ടുള്ള സൗഖ്യം, പ്രതാപപുഷ്ടി, സ്ത്രീകൾ നിമിത്തമായിട്ടുള്ള ധനലാഭങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ മാർച്ച് 29 ശേഷം ശനി മേടൻ രാശിയുടെ 12 രാശിയായ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഏഴനാണ്ടൻ ശനിയുടെ കാലത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. മാതൃവഴിയും പിതൃവഴിയും അരിഷ്ടതകൾ വന്നുചേരും. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും എന്തെങ്കിലും രോഗപീഠകളും കൃഷി സംബന്ധമായിട്ടുള്ള നാശങ്ങളും ശരീരത്തിന് പീഡയും മനക്ലേശവും വന്നു ചേരാനിടവരും. രാഹു മേടൻ രാശിയുടെ 12 രാശിയായ മീനൻ രാശിയിൽ സഞ്ചരിക്കിയാൽ ധനച്ചിലവ് വർദ്ധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. ഗോചര ഫലത്തിൽ ഏറ്റവും കാലഘട്ടം സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ശനി, രാഹു, കേതു, വ്യാഴം. ഇവരുടെ ഫലങ്ങളാവും കൂടുതൽ അനുഭവത്തിൽ വന്നു ചേരുക. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴുള്ള അനുഭവങ്ങൾ അറിയാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ജനന സമയം, വർഷം, മാസം, തീയതി മുതലായവ അയച്ചു തന്നാൽ നിങ്ങളുടെ ജാതകത്തിലുള്ള ഇപ്പോൾ അനുഭവിച്ചു വരുന്നതായ സുഖദുഃഖങ്ങൾ പരിശോധിച്ച് നമുക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.